അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ അഭിലാഷാണ്. മേഘാലയയിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തു വരുന്ന ദേവദാസൻ്റെ ദൈവീയ ഇടപെടലുകളെ കുറിച്ച് കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ച ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിപ്പാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളിത്തം വഹിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ അഭിലാഷിനെ തികഞ്ഞ് സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പാസ്റ്റർ അഭിലാഷ് മേഘാലയയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. അരോമ ടി വിയിൽ പാസ്റ്റർ ഡാനിയൽ ജോണിനോടൊപ്പം എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ ടൈം സോണുകളിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ കേരളത്തില് അടൂർ സ്വദേശിയാണ്. അടൂര് പറക്കോടിന് വടക്ക് ചിരണിക്കൽ എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രാമത്തിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ അച്ഛൻ, അമ്മ, അതുപോലെ ഞങ്ങൾ 4 മക്കളാണുള്ളത്. 5 പേരുണ്ടായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഏറ്റവും ഒടുവിലത്തവനായി ആ ഭവനത്തിൽ ജനിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. എന്നാൽ എൻ്റെ അമ്മയുടെ ഭവനക്കാര് പെന്തക്കോസ്ത് മാർഗം സ്വീകരിച്ചവരായിരുന്നു. എൻ്റെ അമ്മാച്ചന്മാര് അവർ പാസ്റ്റേഴ്സ് ആണ്. നിങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. എൻ്റെ ബാല്യകാലം ഞങ്ങളെ ഹൈന്ദവ രീതിയിലാണ് മാതാപിതാക്കൾ വളർത്തിയത്. എനിക്ക് 2 ജ്യേഷ്ഠ സഹോദരന്മാർ, ഒരു സഹോദരി ഉണ്ട്. അവരെല്ലാവരും വിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ എൻ്റെ ബാല്യകാലത്ത് തന്നെ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ അമ്മയുടെ ഭവനക്കാർ പെന്തക്കോസ്ത് മാർഗം സ്വീകരിച്ചവരായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ അങ്കിൾമാർ അവര് എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ഭവന പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഞങ്ങള് ബന്ധപ്പെട്ട് നിന്ന ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന സംഘടന, അതിന്റെ ഐക്യ കൺവെൻഷൻ എന്റെ മാതൃഭവനത്തില് വെച്ചാണ് നടന്നത്. അത് 1996-ലായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ച് ദൈവദാസന്മാര് അവിടേക്ക് കടന്നു വരികയും ആർലി എന്ന് പറയുന്ന ഒരു അഭിഷിക്തൻ അതിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വെളിയിലിരുന്ന് ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ഭാഷ ഇംഗ്ലീഷ് ഭാഷയായിരുന്നത് കൊണ്ട് ഞാനൊരു കുസൃതി കാണിച്ചത് ഇങ്ങനെയാണ്. ഒരു ഇംഗ്ലീഷ് പേപ്പർ കട്ട് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അത് വായിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ട് എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുവാനില്ല. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരിക്കാം: ലെറ്റ് ദിസ് ചൈൽഡ് ബി എ മിഷണറി ഇൻ കമ്മിങ് ഫ്യൂച്ചർ. എനിക്ക് അന്ന് തന്നെ അദ്ദേഹം അനുഗ്രഹിച്ച് വിടുകയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു മിഷണറിയായി തീരുവാൻ ഇടവന്നു. അങ്ങനെ 1996-ൽ ഒരു ഫസ്റ്റ് ഇൻസിഡന്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുകയും അതിനുശേഷം ഞാൻ ചർച്ചിൽ കടന്നു പോവുകയും കർത്താവിനെ ആരാധിക്കുവാനും ദൈവസഭയിൽ ദൈവത്തെ ആരാധിപ്പാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ എൻ്റെ ജീവിതത്തില് ഞാൻ കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ
എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ കുറച്ചു കാലം ദൈവത്തിൽ നിന്നൊക്കെ അകന്ന് ഒന്ന് പിന്മാറി കൂട്ടുകാരോടൊക്കെ ഒത്ത് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരന് എന്നെ ഒരു വാണിംഗ് പോലെ എന്നോട് പറഞ്ഞു, നീ ചർച്ചിൽ വരണം, ഇങ്ങനെ നടക്കരുതെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ +2 പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്ത് വീണ്ടും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് തുടർന്ന് പഠിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ബൈബിൾ കോളേജിൽ അയച്ച് പഠിപ്പിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൂരേക്കൊന്നും പോയിട്ടില്ല. എൻ്റെ ചെറിയ ബാല്യകാലത്ത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഒരു ടൂറിനൊന്നും പോയിട്ടില്ല. അങ്ങനെ ഡൽഹി ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്നെ അയക്കാം, അവിടെ പഠിച്ചിട്ട് ഫർദർ വന്ന് സ്റ്റഡി ചെയ്ത് വീണ്ടും ഒരു ജോലി നേടി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് അദ്ദേഹം എന്നോട് ഒരു വാണിംഗ് ആയിട്ട് എന്നോട് പറയുവാനിടയായി. അപ്പോൾ ഞാൻ അത് കേട്ടു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ ബൈബിൾ കോളേജിൽ പോകണമെങ്കിൽ സ്നാനപ്പെടണമെന്ന് എന്നോട്. അങ്ങനെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ സ്നാനപ്പെടാം. എൻ്റെ ആഗ്രഹം ഇതാണ്, വടക്കേ ഇന്ത്യയിൽ കടന്നു പോകാം, അവിടെ ചെന്ന് ഡൽഹി, ഹരിയാന, മറ്റ് സ്റ്റേറ്റുകളൊക്കെ കണ്ടിട്ട് വരാമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഞാൻ 2004 സ്നാനപ്പെട്ട് ബൈബിൾ കോളേജിലേക്ക് പോകുവാൻ തയ്യാറാകും. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷം, കോളേജിൽ ചെന്നതിന് ശേഷം അവിടെയുള്ള സഹപാഠികൾ, എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ദേവദാസന്മാരുടെ അവരുടെ ലൈഫാണ്, അവരുടെ ക്യാരക്ടറാണ് എന്നെ ഒത്തിരി മാറ്റിമറിച്ചത്. കാരണം ഞാൻ കുറച്ചു കാലം ദൈവത്തിൽ നിന്ന് അകന്നു പോയി എങ്കിലും തിരിച്ചു വീണ്ടും ഞാൻ ദൈവത്തിലേക്ക് വരികയും ഞാൻ അവിടെ ചെന്നതിന് ശേഷം ദൈവം എന്നോട് ദൈവവചനത്തിലൂടെ ഇടപെടുകയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരുടെ അവരുടെ ക്യാരക്ടർ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുവാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യെശയ്യാ പ്രവചനം ബൈബിൾ കോളേജിൽ വെച്ച് ഞാനിങ്ങനെ വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ 65-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു എന്നുള്ളത്. അതിനുശേഷം പിന്നീട് ഞാൻ ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ പിന്നീട് ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായി ഇടപെട്ടു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നുള്ള ആ വചനം. അങ്ങനെ ഓരോ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നോട് ദൈവം സംസാരിക്കും. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുവാനിട. അങ്ങനെ എൻ്റെ സഹോദരങ്ങളൊക്കെ ഒത്ത് ആയിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി എൻ്റെ ലൈഫിൽ എൻ്റെ ക്യാരക്ടർ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുവാൻ, ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാനുള്ളൊരു ആഗ്രഹം, ഒരു സമർപ്പണം എന്നിൽ നിന്ന് ഉണ്ടാകുവാനിടയാണ്. അങ്ങനെ 2004 ഞാൻ ഈ ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്തു. 2007 എൻ്റെ ഗ്രാജുവേഷൻ മുമ്പായിട്ട് ഞാനൊരു വലിയ രോഗത്തിലൂടെ കടന്നു. അതായത് ടൈഫോയിഡ്, മലേറിയ എന്ന 2 രോഗങ്ങൾ എൻ്റെ ശരീരത്ത് ബാധിച്ച് ഞാൻ മരണത്തോളം ആയി പോകുവാനിടയായി. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയത് എൻ്റെ സഹപാഠിയായിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ തോളിൽ വെച്ചാണ് എന്നെ റഷ്യയിലേക്ക് കൊണ്ട് കയറ്റി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നു, എൻ്റെ ബ്ലഡിലെ പ്ലാറ്റ്ലേറ്റ് കൗണ്ടൊക്കെ കുറഞ്ഞു തുടങ്ങി, മരണത്തോളം ഞാൻ ആയിപ്പോയി. അപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ, കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളൊക്കെ എന്നോട് അവരെല്ലാം എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പറയട്ടെ, എൻ്റെ രോഗം മൂർച്ഛിച്ച് അവസാനം അവിടുത്തെ ഡോക്ടർ എൻ്റെ സഹപാഠിയിൽ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹത്തിന് മെന്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് ഇങ്ങനെ അവർ പറയുവാനിടയായി. കാരണം എനിക്ക് ശരിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ വചനം പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് എൻ്റെ ഉള്ളിൽ പകർന്നു തന്നൊരു വചനമുണ്ടായിരുന്നു. 118-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എനിക്ക് ഈ നോർമൽ കണ്ടീഷൻ ഞാൻ ആവുമ്പോൾ ഞാൻ ഈ വചനം ഏറ്റുപോകും.
ഞാനിങ്ങനെ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കയില്ല. എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു വലിയ ധൈര്യം ദൈവം നൽകി തരുവാനിടയായി. ആ വചനം ഞാനിങ്ങനെ എനിക്ക് നോർമലായിട്ടുള്ള സമയങ്ങളിലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ് അവസാനം എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കോളേജിലേക്ക് തിരിച്ചു വരുമ്പോൾ സഹോദരന്മാരൊക്കെ വളരെ ആശ്ചര്യത്തോടെ എന്നെ നോക്കുവാനിടയായി. കാരണം അവർ ചിന്തിച്ചിരുന്നത് അഭിലാഷ് ഇസ് നോ മോർ, ഇനി അവൻ ജീവിക്കത്തില്ല എന്ന് ചിന്തിച്ച ഒരു അനുഭവമാണ്. അങ്ങനെ ഞങ്ങളുടെ ഗ്രാജുവേഷന് മുമ്പായിട്ട് ആ വർഷത്തെ ആണ്ടർതി വന്നു. ആണ്ടർതിക്ക് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും വചനം ഇങ്ങനെ കൈമാറും. അങ്ങനെ എനിക്ക് അന്ന് കിട്ടിയ ഒരു വചനം ഞാൻ എന്റെ സഹോദരങ്ങളെയൊക്കെ കാണിച്ചു. എനിക്ക് കിട്ടിയ വചനം ഇങ്ങനെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. സ്തോത്രം. അപ്പൊ ഈ വചനം ഞാൻ അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് നിനക്ക് ആപ്റ്റായിട്ടുള്ള ഒരു വചനമാണല്ലോ കിട്ടിയത്. കാരണം ഞങ്ങളൊക്കെ ചിന്തിച്ചത് നീ മരിച്ചു പോകുമെന്ന്. സ്തോത്രം. പറയട്ടെ പ്രിയരെ, 2007 ഞാൻ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ രോഗിയായിരുന്ന എന്നെ ദൈവം വിടുവിച്ചത് കൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വേല ചെയ്യുവാനായിട്ട് UP ഇട്ടവ ചുനാർ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയി. സ്തോത്രം. അങ്ങനെ 2007 കർത്താവിന്റെ മിനിസ്ട്രിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ഇന്ന് 18 വർഷമായിട്ട് കർത്താവിന്റെ വേലയിൽ ഞാൻ ആയിരിക്കുന്നു. അങ്ങനെ 2008 ഞാൻ തിരിച്ചെന്റെ ഭവനത്തിലേക്ക് പോവുകയുണ്ടായി. 2008 ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് എൻ്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കണം. ആമേൻ. എനിക്കൊരു എൻകൗണ്ടർ വേണം ദൈവമായിട്ട്. ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ തൃശ്ശൂര് എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ നടത്തിയ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ എന്നെ അദ്ദേഹം ക്ഷണിച്ചു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ കടന്നുപോയി. ഒരൊറ്റ ആഗ്രഹമേ എൻ്റെ ഉള്ളിലുള്ളൂ, എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അങ്ങനെ ഞാൻ അവിടെ പോയി 21 ദിവസം ഉപവസിച്ചു. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും കർത്താവിന്റെ ശബ്ദം ലിറ്ററലി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ 21 ദിവസം ഉപവസിച്ച് ഞാൻ തിരിച്ചെന്റെ ഭവനത്തിലേക്ക് വന്നു. ആ സമയത്ത് ഉള്ളിലെ ആഗ്രഹം ഇതാണ്, എനിക്ക് ദൈവശബ്ദം കേൾക്കണം. അതിനായിട്ട് ഞാൻ ദൈവത്തോട് പിന്നെയും നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഭവനത്തില് ഒറ്റയ്ക്കിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഉറക്കം വന്നു. പെട്ടെന്ന് ഞാൻ മയങ്ങിപ്പോയി. ആ മയങ്ങിയ സമയത്ത് എനിക്കറിയത്തില്ല, അന്ന് വരെ ഞാൻ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഹ്യൂജ് വെയിറ്റ് എന്റെ മേലേക്ക് ഇറങ്ങി വന്നതായിട്ട് ഞാൻ അനുഭവിച്ചു. എന്നെ അങ്ങ് പ്രസ് ചെയ്ത് ഒരു 1000-10,000 കിലോഗ്രാം ടൺ വെയിറ്റ് ഒക്കെ നമ്മുടെ മേൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു വലിയ ഒരു വെയിറ്റ് ആയിട്ടാണ് എൻ്റെ മേലിൽ ഇത് ഇറങ്ങി വരുന്നത്. അപ്പൊ ഞാൻ ഉറക്കത്തിലായിരുന്നു, ഡീപ് സ്ലീപ്പിലായിരുന്നു. പെട്ടെന്ന് ഇത് ഉണ്ടായപ്പോൾ തന്നെ ഞാൻ എന്നെ മോനെ എന്ന് വിളിച്ചു. ഞാൻ പെട്ടെന്ന് ശബ്ദം കേൾക്കും, മോനെ എന്നൊരു വിളിയാണ്. ആ വിളിയിൽ ഞാൻ ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്നിട്ട് ഞാനിങ്ങനെ ചുറ്റുപാട് നോക്കി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ്, എനിക്കറിയാം ദൈവശബ്ദമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് പെട്ടെന്നൊരു ഗൈഡൻസ് കിട്ടി, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം ഒന്ന് വായിക്കാനായിട്ട്. ഞാൻ അങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് എന്റെ കണ്ണുനീര് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുകയാണ്. ആ പുസ്തകം മുഴുവനും നനയുന്നു. അകത്ത് ഭയങ്കര സന്തോഷം, വലിയ ആനന്ദം ഉണ്ടാവുകയാണ്. അതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ സന്തോഷം കൊണ്ട് അന്ന് ഞാൻ നിറയുവാനിടയായി. അന്ന് ഞാൻ അഭിഷേകത്തിൽ നിറയുവാനിടയായി. ഞാൻ കർത്താവിനെ സ്തുതിക്കുവാൻ തുടങ്ങി. ആരും തന്നെ ഭവനത്തിലില്ല. ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠ സഹോദരനോട് ഞാൻ പോയി പറഞ്ഞു, എന്നോട് യേശു സംസാരിച്ചു, യേശു ജീവിക്കുന്ന ദൈവമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷെ നിനക്ക് അത് തോന്നിയതായിരിക്കും. ഞാൻ പറഞ്ഞല്ല, ഞാൻ അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അങ്കിളിന്റെ മോളെ കണ്ടിട്ട് ഞാൻ അവളോടും പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചു. പിന്നീട് ഞാൻ പോയി ഓരോ സഭയിലും ഈ ഒരു അനുഭവം പറയുവാൻ തുടങ്ങി. ഞാൻ പോയി പറഞ്ഞ ചർച്ചിലെല്ലാം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും ആത്മാവിൽ നിറയുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും
ഞാൻ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. സ്തോത്രം. അങ്ങനെ 2008 ഒരു വലിയ എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ ദൈവം നൽകി. അതിനുശേഷം ഞാൻ ഏകദേശം 2010 ആയപ്പോഴത്തേക്ക് ഞാൻ മേഘാലയയിലേക്ക് കടന്നു വരുവാനിടയായി. എൻ്റെ ഒരു സഹോദരൻ ഇവിടെ മിനിസ്റ്റർ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു മിഷൻ ട്രിപ്പായിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ഞാൻ മേഘാലയയിലായിരുന്നു. കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയതിനു ശേഷം ഞാൻ അവിടെയുള്ള ഒരു ഹോപ്പ് ഫോർ ഏഷ്യ എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ ഒരു വാർഡനായിട്ട് ഞാൻ അവിടെ സേവനം അനുഷ്ഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതിനുശേഷം 2012 എൻ്റെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ എൻ്റെ മേലുള്ള വിളി ഒരു ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി ആണ് ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു ദർശനം. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ UP-യിലേക്ക് വീണ്ടും കടന്നുപോയി. അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. നല്ലൊരു മിനിസ്ട്രി ഒരു പ്ലാറ്റ്ഫോം ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ രാജസ്ഥാനിലേക്ക് കടന്നുപോയി. അങ്ങനെ രാജസ്ഥാനിൽ കടന്നുപോയി 2-2.5 വർഷത്തോളം ഞങ്ങൾ അവിടെ ഒരു സ്കൂളിൽ പ്രവർത്തിക്കുവാനിടയായി. ഞങ്ങൾക്ക് അവിടെ വേല ചെയ്യുവാനായിട്ട് കടന്നുപോയെങ്കിലും ഞങ്ങൾ സ്കൂളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി. ഞങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് തലമുറകളില്ലാതെ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. ഞങ്ങൾ അതിനായിട്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ സഹോദരിക്ക് ചെറിയ പ്രയാസമുണ്ട്. അങ്ങനെ ഞങ്ങള് വളരെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായ ഒരു ചിന്ത ഇതാണ്: ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ടവരായിട്ടും വേല ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു നന്മ ലഭിക്കാത്തത്. അങ്ങനെ 2 പ്രാവശ്യം അബോർഷനായി പോയി. അങ്ങനെ ഞങ്ങൾക്കൊരു തലമുറ ഇല്ലാത്തതായ വളരെ പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കടന്നു. സ്തോത്രം. അങ്ങനെ 2.5 വർഷക്കാലത്തോളം ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ സ്നേഹിതന്മാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം ഞങ്ങൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞില്ല, ഇനി ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ രാജസ്ഥാനിലുള്ള മണ്ടാവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞങ്ങൾ ആയത്. അവിടെ ഗല്ലിയിൽ മുഴുവൻ ഞങ്ങൾ ബൈബിൾ കൊടുക്കുകയും ട്രാക്സ് കൊടുക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച അനന്തരം അടുത്ത മാസം ഞങ്ങൾക്ക് ദൈവ റിസൾട്ട്. ആ റിസൾട്ടില് ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ വിളിച്ചു പറഞ്ഞു. അവരെല്ലാം ഒത്തിരി സന്തോഷിച്ചു. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ചെക്കപ്പിന് വേണ്ടി ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി സഹോദരി, ഒരു ആന്റി, തൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഈ ആന്റിയുടെ ഭവനത്തിൽ പോകാൻ. അവിടുന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ ആന്റിയുടെ ഭവനത്തിലേക്ക് പോയി. വളരെ ദുർഘടം പിടിച്ച റോഡായിരുന്നു. അങ്ങനെ ഏകദേശം 1 മാസമായ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ അവിടെ ചെന്ന് പ്രിയ ആന്റിയുടെ ഭവനത്തിൽ വിശ്രമിച്ചു. ഏകദേശം വൈകുന്നേരം സന്ധ്യയായ സമയത്ത് പെട്ടെന്ന് എൻ്റെ സഹോദരിക്കൊരു ബ്ലീഡിങ് ഉണ്ടായി. പുള്ളിക്കാരി കരയുവാൻ തുടങ്ങി. എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ചച്ച ബ്ലീഡിങ് ആയി, ഇനി എന്താണ് എങ്ങനെയാണെന്ന് ഓർത്ത് പുള്ളിക്കാരി കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ പറഞ്ഞ അകത്ത് കയറിപ്പോക്കോ, ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിക്കട്ടെ. ഞാൻ വെളിയിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം ഒരു വചനം നൽകി. സ്തോത്രം. ആ വചനം ഇങ്ങനെയാണ്: ഒരിക്കൽ ദാവീദ് തൻ്റെ അപ്പന്റെ ആടുകളുമായിട്ട് വനാന്തരങ്ങളിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു കരടിയും ഒരു സിംഹവും കടന്നു വന്നു ഈ അപ്പന്റെ ആടുകൾ ഒന്നിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് എഴുതിയിരിക്കുന്ന വചനം എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നു. എന്നിട്ട് അടുത്ത പാർട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്:
അവൻ അതിനെ പിന്തുടർന്ന് പിടിച്ച് അതിന്റെ വായിൽ നിന്ന് അതിനെ രക്ഷിച്ചു എന്നുള്ള ആ വചനമാണ് എന്റെ ഓർമ്മയിൽ ദൈവം. എന്നിട്ട് ദൈവാത്മാവ് എന്റെ ഉള്ളിലേക്ക് പറയുകയാണ്, നീ അതിനെ ക്ലെയിം ചെയ്യാൻ. ഞാന് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദുഷ്ടപിശാചെ, നിനക്ക് എന്റെ അനുഗ്രഹത്തെ തൊടുവാൻ അവകാശമില്ല. ഇതെന്റെ നന്മയാണ്, ഇതെന്റെ അവകാശമാണ്, ഞാൻ അതിനെ തിരിച്ചു പിടിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി. സഹോദരൻ കരം പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ അവിടുത്തെ ആന്റി ഉറക്കമുണർന്ന് താൻ വന്നിട്ട് താൻ ഈ വിഷയം അറിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു. എങ്കിലും ഒരു പ്രഗ്നൻസി കാർഡ് കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ 2 ലൈൻ പോസിറ്റീവാണ് കാണുന്നത്. ഞങ്ങൾ അങ്ങനെ നേരെ ആന്റി പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, എന്തായാലും നമുക്ക് ചെക്കപ്പ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ, പറയട്ടെ പ്രിയരെ, ഡോക്ടർ പറയുകയാണ്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ഓക്കെയാണ്, നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ പൈശാചിക വെല്ലുവിളിയിൽ നിന്നാണ് ദൈവം ഞങ്ങൾക്ക് ആ തലമുറയെ തിരിച്ചു തരുന്നത്. സ്തോത്രം. അങ്ങനെ ഞങ്ങള് തിരിച്ച് ഞാൻ ഡെലിവറിക്കായിട്ട് എത്തിയ സഹോദരിയെ, എൻ്റെ വൈഫിനെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിൽ കൊണ്ടുപോയി അവിടെ ആക്കിയ ശേഷം ഞാൻ തിരിച്ച് രാജസ്ഥാനിലേക്ക് വീണ്ടും വേലയ്ക്കായി കടന്നു. ഏകദേശം 9ാം മാസമായപ്പോഴത്തേക്ക് ഈ ഒരു റിപ്പോർട്ട് പറയുമ്പോൾ ഞാൻ രാജസ്ഥാനിൽ നിൽക്കുന്നു. എൻ്റെ റൂമിൽ നിന്നുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ എൻ്റെ ശിരസ് മുതൽ പാദം വരെ വിറയ്ക്കുവാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കരയണോ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇങ്ങനെ ഒരു തലമുറയെ ലഭിച്ചാൽ ഞാൻ എങ്ങനെ ഈ രാജസ്ഥാനിലേക്ക് വന്ന് അങ്ങയുടെ വേല ചെയ്യുമെന്നുള്ളൊരു അന്നത്തെ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവ്, ഞാൻ എങ്ങനെ അങ്ങനെ ഒരു തലമുറയെ കൊണ്ട് അങ്ങ് വിടുവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ എങ്ങനെ വിളിച്ചു പറയും എന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ ഞാൻ ബൈബിളും എടുത്ത് റൂമിലേക്ക് ചെന്ന് ആ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. കർത്താവ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ കർത്താവിന്റെ ശബ്ദം വളരെ ഹൃദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ ശബ്ദം പുറത്തു വരുന്നത്. മറ്റൊരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയാണ് ഞാനിത് കേൾക്കുന്നത്. അപ്പോൾ കർത്താവ് എന്നോട് ചോദിക്കുന്നു, മോനെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കർത്താവെ, അവസാനത്തെ സ്കാനിങ് റിപ്പോർട്ട് വന്നു. ആ സ്കാനിങ് റിപ്പോർട്ട് ഇങ്ങനെയാണ്, തല വലുതാണ്. അപ്പോൾ സോളി എന്നോട് പറഞ്ഞിരുന്നു, ഈ ബോഡി നോർമലാണ്, തലയ്ക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നം, തല വലിപ്പമുണ്ട്. ഞാൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, തലയ്ക്ക് വലിപ്പമുണ്ട്. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, ശരീരമോ? ഞാൻ പറഞ്ഞു, ശരീരം നോർമലാണ്, ശരീരത്തിനൊരു കുഴപ്പമില്ല. പെട്ടെന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, എടാ, തല ഞാനല്ലേ എന്നൊരു ശബ്ദം ഇങ്ങനെ പുറത്തു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, സഭയുടെ തല ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടാണ് പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത്. ഇത് കേട്ടത് ഞാൻ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു. അന്ന് എന്നോടൊപ്പം ഒരു ദൈവദാസനോട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചു. പെട്ടെന്ന് എന്റെ വേദന എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ഭാരം മുഴുവനും എന്നെ വിട്ടു. പെട്ടെന്ന് ഞാന് കർത്താവിൽ സന്തോഷിച്ച എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ച് പെട്ടെന്ന് പലരോടും പ്രാർത്ഥന വിഷയം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പെട്ടെന്ന് ഞാൻ സഹോദരിയെ വിളിച്ചു. പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു, മോനെ, ഇങ്ങനെ ഞാൻ ദൈവശബ്ദം കേട്ടു, അതുകൊണ്ട് നമുക്ക് ഒന്നുകൊണ്ട് ഭാരപ്പെടണം, വിഷമിക്കണ്ട എന്ന് ഞാൻ തന്നോട് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി പെട്ടെന്ന് ഇത് കേട്ടത് കൊണ്ട് അവിടെ നിന്ന് ഈ സ്കാനിങ് ചെയ്യാൻ വേണ്ടി വീണ്ടും താൻ കടന്നുപോയി. ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാമല്ലോ, ദൈവാത്മാവ് അങ്ങനെ ഒരു ദൈവം സംസാരിച്ചെങ്കിൽ ഒരു പക്ഷെ ഇനി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ കാണത്തില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം പോയി. സ്കാൻ ചെയ്തപ്പോൾ സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്, സെയിം റിസൾട്ട് ആണ്. അപ്പോൾ ഒരുപക്ഷെ മെഷീന്റെ തകരാറായിരുന്നെങ്കിൽ രണ്ടാമത് വീണ്ടും അങ്ങനെ വരില്ല. അതുകൊണ്ട് ആ സ്കാൻ റിപ്പോർട്ട് ലഭിച്ചത് ഇങ്ങനെയാണ്, ആ തല വലിപ്പമുള്ളത് തന്നെയാണെന്നാണ് കണ്ടത്. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവാത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അവരൊരു ക്രിസ്ത്യാനി ആയ ഒരു ഡോക്ടറായിരുന്നു.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ. അങ്ങനെ ഞങ്ങള് ഒരു ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് പുള്ളിക്കാരിക്ക് ഡെലിവറി പെയിൻ ഉണ്ടായി. ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു. പറയട്ടെ, ചെന്ന് അരമണിക്കൂറിനുള്ളിൽ ഡെലിവറി നടന്നു. ഡെലിവറിക്ക് ശേഷം ഈ കുഞ്ഞിനെ ഒന്ന് നോക്കുവാനുള്ള ഭയം കൊണ്ട്, കാരണം തല വലിപ്പമുള്ള കുഞ്ഞാണോ ലഭിച്ചത് എന്നുള്ള ഒരു വിഷമം കൊണ്ട് എൻ്റെ വൈഫ് ഈ വാളിനോട് ചേർന്ന് കിടക്കുന്നു. പേടിച്ചിട്ടാണ് എങ്ങനെയാണ് ആ കുഞ്ഞിനെ ഫേസ് ചെയ്യുന്നത് എന്ന് ഓർത്തു. അങ്ങനെ നേഴ്സുമാർ കുഞ്ഞിനെ എടുത്തു. എൻ്റെ വൈഫിന്റെ മാതാവ് അടുത്ത് വന്നു. അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ നൽകുന്നു. കുഞ്ഞിനെ നൽകിയ സമയത്ത് ആ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ വൈഫിന്റെ അടുത്തേക്ക് അമ്മ വരികയാണ്. വന്നിട്ട് പറഞ്ഞു, മോളെ കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് പുള്ളിക്കാരി പറയുന്ന, അമ്മേ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് കുഞ്ഞിനൊരു കുഴപ്പമില്ല, നീ നോക്കാൻ. പെട്ടെന്ന് എൻ്റെ വൈഫ് ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് നടന്ന് പുറത്തേക്ക് വരുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തി. ഡോക്ടർ അടുത്ത ദിവസം വന്നിട്ട് പറയുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ദൈവമക്കളായതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് പറയുവാനിടയായി. പറയട്ടെ പ്രിയരെ, ആ കുഞ്ഞിന് ദൈവം നല്ല ബുദ്ധി കൊടുത്തു, നല്ല സൗന്ദര്യം കൊടുത്തു. അവള് മേഘാലയയിൽ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഇന്ന് വരെ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല. സ്തോത്രം. ദൈവം അങ്ങനെ ആ കുഞ്ഞിനെ ഐശ്വര്യമായി വളർത്തി നടത്തും. സ്തോത്രം. ആമേൻ. ഞങ്ങൾ രക്ഷയിലേക്ക് വരുവാനുണ്ടായ കാരണം ഇതാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ മാതാപിതാക്കള് ഹൈന്ദവ പാരമ്പര്യത്തിൽ കഴിഞ്ഞവരാണ്. ഞങ്ങളെയും ആ കാര്യങ്ങളൊക്കെ, പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. എന്നാൽ ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങൾക്ക് അന്ന് ആടിന്റെ കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആടിനെ തീറ്റാൻ പോകുമായിരുന്നു ഒരു ചെറിയ പ്രായത്തിൽ, എൻ്റെ സഹോദരിയോടൊപ്പം. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പലപ്പോഴും ഞങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു സമയം. ആരും ഒറ്റയ്ക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. എന്നാൽ അവിടേക്കാണ് ഞങ്ങൾ ഈ ആടിനെ തീറ്റുവാനായിട്ട് കടന്നു. എൻ്റെ സഹോദരി അങ്ങനെ ഈ ആടിനെ അഴിച്ചുകൊണ്ട് വരുവാനായിട്ട് ഒറ്റയ്ക്ക് അവിടേക്ക് പോയി. പെട്ടെന്ന് ഒരു പൈശാചികമായിട്ടുള്ള ഒരു ഭയപ്പാടുണ്ടായി. താൻ അവിടെ ബോധം കിട്ടുന്നു. അങ്ങനെ അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വന്നു. ഹൈന്ദവപരമായ പ്രാർത്ഥനകളൊക്കെ നടത്തി. ഞങ്ങൾക്ക് ഒരു വിടുതലും സഹോദരിയിൽ കാണുവാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ മാതാവിന്റെ ഭവനക്കാരൻ്റെ അങ്കിളുമാരൊക്കെ അവരെ വിശ്വാസത്തിലായിരുന്നതുകൊണ്ട് ചർച്ചിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു. ആ പ്രാർത്ഥനയിലാണ് എൻ്റെ സഹോദരിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിടുതൽ കൊടുത്തു. ആ ഒരു വിടുതലാണ് എൻ്റെ കുടുംബം കർത്താവിലേക്ക് കടന്നു വരുവാനായ ഉണ്ടായ കാരണം. അങ്ങനെ ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നു. തേജസ്സേറിയ ദൈവത്തിന്റെ സുവിശേഷം ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഞങ്ങൾ എല്ലാവരും കർത്താവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. എന്നാൽ എൻ്റെ പിതാവ് പറഞ്ഞു, ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചു, ഞാൻ ഹിന്ദുവായിട്ട് തന്നെ മരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും ഞാനാണെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ലെറ്റർ എഴുതുമായിരുന്നു. എൻ്റെ പിതാവിന് ലെറ്റർ എഴുതുമ്പോൾ ഞാൻ പറയും, ഇതാണ് സത്യം, നമ്മൾ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കണം. അങ്ങനെ ലെറ്റർ എഴുതി ഞാൻ പലപ്പോഴും അയക്കുമായിരുന്നു. അപ്പോഴൊക്കെ പറയും, ഇല്ല, നിങ്ങളെല്ലാവരും പോയാലും ഞാൻ എൻ്റെ ഈ ഹൈന്ദവ മാർഗം വിട്ട് ഞാൻ വരുത്തില്ല എന്നൊക്കെ പറഞ്ഞു വളരെ കർക്കശത്തോടെ നിന്നിരുന്നു. എന്നാൽ പറയട്ടെ, ഞാന് ഒരിക്കല് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദർശനം കണ്ടു. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് വെള്ള ഡ്രസ്സ് ധരിച്ച് ചർച്ചിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ തന്നെ എൻ്റെ പിതാവ് 2017 ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. എന്നോടൊപ്പം ഒരു സൺഡേ ആരാധനയിൽ ഞങ്ങൾ ഒരുമിച്ച് വെള്ള ഡ്രസ്സ് ധരിച്ച് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ഞാനിപ്പോഴും ഓർക്കുന്നു. സ്തോത്രം. പറയട്ടെ, അങ്ങനെ എൻ്റെ ഭവനം മുഴുവൻ കർത്താവിലേക്ക് കടന്നു വന്നു. സ്തോത്രം. അങ്ങനെ 2014 ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കാണുവാനായിട്ട് ഞാൻ തിരിച്ച് ഭവനത്തിലേക്ക് വന്ന സമയത്ത് അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ എൻ്റെ അമ്മാച്ചന്റെ ഭവനത്തിൽ നടക്കുക.
ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, തലമുറയായി ഞങ്ങളവിടെ രാജസ്ഥാനില് AG എന്ന് പറയുന്ന സംഘടനയോട് കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ അവിടെ സതീഷ് എന്ന് പറയുന്ന ഒരു ദേവദാസന്റെ ലീഡർഷിപ്പിന്റെ കീഴിലാണ് അത് ഞങ്ങൾക്ക് കേവലം തുച്ഛമായ ഒരു സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു സപ്പോർട്ടിനകത്ത് ഞങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ തിരിച്ചു പോകുമെന്നുള്ളൊരു വിഷമം എന്നെ അലട്ടിക്കൊണ്ടു. അങ്ങനെ ഞാൻ ആ ഭവനത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ് തോന്നുന്നത്, എൻ്റെ അങ്കിള് ദൈവവചന ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം എന്നെ വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അഭിലാഷ്, നിന്റെ ദൈവം മേഘാലയക്ക് കണ്ടിരിക്കുക, നിന്റെ ദൈവം മേഘാലയയിൽ അയക്കും, മേഘാലയയിലാണ് നിന്റെ ശുശ്രൂഷ, ദൈവം നിന്നെ അവിടേക്ക് അയക്കും, അതുകൊണ്ട് കുറിച്ചു വെച്ചോ, പ്രാർത്ഥിച്ചോ, ദൈവം നിന്നെ അവിടെ അയക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, ഞാൻ അത് സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല, പേന എടുത്ത് എഴുതാൻ പറഞ്ഞു. എന്നെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിച്ചു. അപ്പോൾ ഞാൻ എഴുതി വെച്ചു, മൈ ഗോഡ് ഷാൾ സെൻഡ് മീ ടു മേഘാലയ എഗെയിൻ. കാരണം ഞാൻ 2010 ഇവിടെ വന്നിട്ട് പോയതാണ്. 2014 ജൂൺ 26 ദൈവം എന്നോട് കർത്തൃദാസിലൂടെ ഈ ഒരു ആലോചന കൈമാറി. ഞാനത് നിരന്തരം പ്രാർത്ഥിക്കുവാൻ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ. ഞാൻ തിരിച്ച് കുഞ്ഞിനെ കണ്ടിട്ട് തിരിച്ച് രാജസ്ഥാനിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആ ലീഡറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, എനിക്കിങ്ങനെ ഒരു ആലോചന ദൈവം നൽകി, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദേവദാസനെ, ദൈവം പറഞ്ഞ ആലോചനയാണെങ്കിൽ നിങ്ങൾ പോകണം, ദൈവം നിങ്ങൾക്ക് അങ്ങനെ വഴി തുറന്നാൽ പോകണമെന്ന്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര എൻകറേജ്മെന്റ്, കാരണം അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന് കീഴിലാണ് ഞാൻ രാജസ്ഥാനിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു ലീഡറും അങ്ങനെ പറയണമെന്നില്ല, പക്ഷെ ഇദ്ദേഹം എന്നോട് പറയണം, ദൈവം പറഞ്ഞ ആലോചനയാണെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോകണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഈ ചത്തിന് മുകളിൽ കയറിയപ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ ദിവസം ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ശൈലി മാറി. പിന്നീട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, നീ എന്നെ മേഘാലയയിൽ അയച്ചതിനായി സ്തോത്രം. ഇങ്ങനെ ഞാൻ പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഏകദേശം 2015 ജൂൺ 26 ആയപ്പോൾ ഞാൻ അന്ന് നാട്ടിലേക്ക് വീണ്ടും എൻ്റെ വൈഫിന്റെ അടുക്കിലേക്ക് ഞാൻ പോയി, കുഞ്ഞിനെ കാണുവാനായിട്ട് പോയി. ആ സമയത്ത് 2015 ജൂൺ 26 എന്നെ ആസാമിൽ നിന്നൊരു പാസ്റ്റർ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അഭിലാഷ് പാസ്റ്റർ ആണോ, മേഘാലയയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, 2014 ജൂൺ 26 കേട്ട ദൈവ ആലോചന കറക്റ്റ് 2015 ജൂൺ 26 അത് ഫുൾഫിൽ ചെയ്യുകയാണ്. എനിക്ക് ഭയങ്കര ഞാൻ ഷോക്കായി. കാരണം കറക്റ്റ് ഒരു വർഷം തികയുന്ന ആ ഒരു തീയതിയിലാണ് എനിക്ക് ആ കോള് വരുന്നത്. അപ്പോൾ മറ്റൊരു ദൈവദാസൻ പറഞ്ഞിട്ടാണ് ഈ മിനിസ്ട്രിയെ പറ്റി അദ്ദേഹം അറിയുന്നത്. ആ മിനിസ്ട്രിയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് എന്നെ ഓർക്കുകയും എന്റെ നമ്പർ ഉള്ളത് കൊണ്ട് എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ആ കണക്ഷൻ ഓർക്കുകയാണ്. കാരണം ഞാൻ അന്ന് ഒരു വർഷം തികയുന്ന ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പറയട്ടെ, ആ ദിവസം ഞാൻ ദൈവസന്നിധിയില് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, അവരോട് പറ, ഞാൻ മേഘാലയക്ക് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് അദ്ദേഹം പറഞ്ഞു, ആ ഒരു മിഷൻ സെന്ററിൽ പോകണം, അവിടെ ചെന്നിട്ട് ഇന്റർവ്യൂ ഉണ്ട്, അവർ നിങ്ങളെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വരാം. അങ്ങനെ ഞാന് ഈ ഒരു ദൈവശബ്ദം അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ഞാൻ ആ ഇന്റർവ്യൂവിന് പോയി. അവർക്ക് ഞങ്ങളെ താല്പര്യമായി. 6 മാസമുള്ള എൻ്റെ മൂത്ത കുഞ്ഞിനെ, മോളെ കൊണ്ട് ഞങ്ങള് മേഘാലയയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആസാമിലാണ് ഞങ്ങൾ വന്ന് താമസിക്കുന്നത്. ആസാമിൽ നിന്നുള്ള ആ ദൈവദാസൻ പാസ്റ്റർ സാമലറ്റ് എന്ന് പറയുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ വീട് ഞങ്ങൾക്ക് തന്നു, അവിടെ താമസിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മേഘാലയയിലേക്ക് എൻ്റർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘാലയയെ പറ്റി ഞാൻ അറിഞ്ഞത്, നമ്മളെ ഒരാള് നമുക്ക് റെക്കമെൻഡ് ചെയ്യാത്തിടത്തോളം ഒരു ഭവനം ആരും തരത്തില്ല എന്ന്
ആ സമയത്ത് 2015 കാലയളവിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2015 ഈ ആസാമിൽ നിന്നുകൊണ്ട് ഞാൻ അതിന്റെ ബോർഡറിൽ വരും. ബോർഡറിൽ വന്നിട്ട് കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ മേഘാലയയിൽ എനിക്കൊരു റൂം തരണം. ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം വന്നിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കും, കർത്താവെ ഒരു റൂം തരണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പല ദിവസങ്ങളായി ഒരു ഓപ്പണിങ്ങും കാണുന്നില്ല. അങ്ങനെ ഞാൻ ആ വാർത്ത ഭവനത്തിനടുത്ത് ഒരു വർഷിപ്പ് ലീഡർ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ മേഘാലയയിലേക്കാണ് വന്നത്, ആസാമിൽ ശുശ്രൂഷ ചെയ്യാനല്ല വന്നത്. അതുകൊണ്ട് ദൈവാസന നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തരണം. കാരണം ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാത്തിടത്തോളം എനിക്ക് മേഘാലയ റൂമിൽ ലഭിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരി മേഘാലയക്ക് അകത്ത് താമസിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ, സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ സഹോദരി വിളിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് അറിയിക്കും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അവർ ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു റൂം കിടപ്പുണ്ട്, പാസ്റ്ററോട് വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. റൂം കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾക്ക് മേഘാലയയിലേക്ക് എൻട്രൻസ് ലഭിച്ചു. പറയട്ടെ, അവിടെ കടന്നു ചെന്ന് ഞങ്ങള് വാക്കിംഗ് പ്രയർ ഒക്കെ ചെയ്ത് ശുശ്രൂഷ ആരംഭിച്ചു. ഒരു ദിവസം ഒരു മലമുകളിലുള്ള ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കയറി പോകാനിടയായി. അങ്ങനെ കയറി അതിന്റെ പകുതി ഭാഗം എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് സഹോദരിമാര് ഇറങ്ങി വരിക. അവർക്ക് അവിടെയുള്ള കാർഷിക വിഭവങ്ങളൊക്കെ ലഭിച്ച് അവര് ഈ മാർക്കറ്റിൽ ടൗണിൽ കൊണ്ടുവന്ന് വിറ്റതിന് ശേഷം അവരവിടെ നിന്ന് തിരിച്ച് ഭവനത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഈ കാർഷിക വിഭവങ്ങളുമായിട്ട് ഇറങ്ങി വരുന്ന സഹോദരിയെ ഞാൻ കണ്ടു. ഞങ്ങള് അവിടെ നിന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി, ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരാണ് എന്നൊക്കെ ഞങ്ങൾ അവരോട് സംസാരിച്ച സമയത്ത് ഈ സഹോദരി കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയുകയാണ്, 2-3 ദിവസമായിട്ട് എൻ്റെ കുഞ്ഞ് വളരെ ആഹാരം കഴിക്കാതെ വളരെ രോഗത്തിലായിരിക്കുന്നു. പനി കൂടി അവളെ ഭവനത്തിലിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കരമുയർത്തി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, ദൈവമേ ശതാധിപന്റെ ബാല്യക്കാരന് ആ നാഴികയിൽ സൗഖ്യം കൊടുത്ത കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ സഹോദരി തിരിച്ച് ഭവനത്തിൽ വരുമ്പോൾ ആ കുഞ്ഞ് സൗഖ്യമുള്ളവളായി കാണും. അങ്ങനെ പ്രാർത്ഥിച്ചു. പറയട്ടെ പ്രിയരെ, ഈ സഹോദരി മാർക്കറ്റിൽ പോയി തിരിച്ച് ഭവനത്തിലെത്തി. അടുത്ത ദിവസം രാവിലെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഞങ്ങൾ കുറച്ച് മലക്കറിയും പഴങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇന്നലെ പ്രാർത്ഥിച്ചില്ലേ, എൻ്റെ കുഞ്ഞ് ചെന്നപ്പോൾ സൗഖ്യമായി. അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു സന്തോഷമായി. ഇവര് അവിടെയുള്ള പല ഭവനക്കാരോട് ഇത് അറിയിക്കുകയും ഞങ്ങളെ ആ ഒരു ഗ്രാമം കൈക്കൊള്ളുകയും ചെയ്യുക. പിന്നെ ആ ഗ്രാമത്തിൽ പോയി ഞാൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. എന്നാൽ ഈ അവിടെ പാർത്തിരുന്നവരൊക്കെ ഗാരോ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണ്. ഇവിടെ മേഘാലയയിൽ 3 മേജർ ട്രൈബുകളാണുള്ളത്. ആ 3 മേജർ ട്രൈബൽസ് ഖാസി, ഗാരോ, ജൈന്തി എന്ന് പറയുന്ന 3 ഗ്രൂപ്പുകളാണ്. അതിൽ ഈ ഗാരോ ഇവര് ബാപ്റ്റിസ്റ്റ് ചർച്ചുകാരാണ് കൂടുതലും. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ ഇടയിൽ നമുക്ക് പ്രവർത്തിച്ചാലും നമുക്ക് ആരെയും നേടാൻ കഴിയത്തില്ല. കാരണം ഇവര് ബാപ്റ്റിസ്റ്റുകാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുവാനായിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചു. അങ്ങനെ നോങ്കോ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കി. ഏകദേശം 2016 ലാസ്റ്റോടുകൂടെ ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നു. ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാല് ഒരു ചർച്ച ഞങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഏകദേശം 10 ഫാമിലി ഇവിടെ കൂടി വരുന്നുണ്ട്. ദൈവത്തിന്റെ കൃപയാല് പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായിട്ട് പോകുന്നു. 4 വില്ലേജ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾക്ക് ഒരാലയത്തിനും അതുപോലെ തന്നെ ഒരു ഗ്രേവ്യാർഡിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷി കേൾക്കുന്നവർ ദയവായി വിഷയത്തെ ഓർക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ നാളുകളിൽ ഒരു ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ
കർത്താവിന്റെ സുവിശേഷം, ആ തേജസ്സേറിയ സുവിശേഷം കടന്നു വരികയും കർത്താവിനെ സ്വീകരിപ്പാനും ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും ദൈവവേലയിൽ ചുമൽ കൊടുക്കുവാനും കർത്താവ് കൃപ ചെയ്തു. 18 വർഷമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കി കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ചോദിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഒരു വാക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നല്ലവനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, മനോഹരമായ നല്ല നിമിഷത്തിനായി നന്ദി പറയുന്നു. അരോമ ടിവിയിലൂടെ കർത്താവിന്റെ സാക്ഷി പങ്കുവയ്ക്കുവാൻ അവിടുന്ന് സഹായിച്ചു. ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന വിവിധ ടൈം സോണുകളിലായിരുന്നു കൊണ്ട് ഈ സാക്ഷ്യം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഓരോ മക്കളെയും കർത്താവിന് അനുഗ്രഹിക്കണം. പാപത്തിലും ശാപത്തിലും രോഗത്തിലും ഒക്കെ ആയിരുന്ന പ്രൈസ് ലോർഡ് എന്റെ ജീവിതത്തിൽ അരുമനാഥനായ കർത്താവ് കടന്നു വന്ന് അവിടുത്തെ അഭിഷേകം പകർന്നു തന്ന് ഇത്രത്തോളം അങ്ങയുടെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. പ്രതിയാല് ഈ അരോമ ടിവിയിലൂടെ എന്റെ സാക്ഷി ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. വിവിധ പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കണമേ. രോഗത്തിലായിരുന്ന എളിയവനെ വിടുവിച്ച കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ആത്മാവ് അവരെ തൊടണമേ. കർത്താവിന് വലിയ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ. ഇന്ന് പ്രാർത്ഥിച്ച് അവരെ ബ്ലസ് ചെയ്യും. ദൈവത്തിന്റെ കൃപ അധികമായി അങ്ങ് പകരുമാറാകും. അങ്ങ് മാത്രം രക്ഷകനെന്ന് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ, ജ്ഞാനം അവരുടെ മേൽ ദൈവം പകരണം. എല്ലാ പ്രേക്ഷകരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ അഭിലാഷ്. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ജനിച്ചു വളർത്തപ്പെട്ടതായ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആയിരുന്നുവെങ്കിൽ മറ്റൊരു ജീവിത നിലവാരത്തിൽ ആകുമായിരുന്നു. എന്നാൽ കർത്താവ് പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് കർത്താവ് തൻ്റെ രാജ്യത്തിന് വേണ്ടി ദൈവനാമ മഹത്വത്തിന് നല്ലൊരു സാക്ഷ്യവുമായിട്ട് കർത്താവ് ഭരമേൽപ്പിച്ചു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് മേഘാലയയിൽ കുടുംബമായി പാർത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് ഏൽപ്പിച്ച ശ്രേഷ്ഠമൊരു ശുശ്രൂഷയ്ക്കായി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി, എല്ലാവിധമായ പ്രവർത്തന മേഖലകൾക്കുമായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങളെ കർത്താവ് പിന്നെ ഒരുക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടി വി പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony
2020@gmail.com.